ഇറാനിൽ ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ടെഹ്റാനിലെ സെൻട്രിഫ്യൂജ് ഉൽപ്പാദനശാലയും വിവിധ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളും ഇസ്രായേൽ വ്യോമസേന തകർത്തു. 50 യുദ്ധവിമാനങ്ങൾ ടെഹ്റാനിലെ 20 ലക്ഷ്യങ്ങളിലാണ് ആക്രമണം നടത്തിയത്. അതേസമയം വടക്കൻ ഇസ്രായേലിലെ ചില മേഖലകളിൽ ഡ്രോൺ ആക്രമണം നടത്താനുള്ള ഇറാൻ ശ്രമം ഇസ്രായേൽ തടഞ്ഞു. ഇസ്രായേൽ വ്യോമസേന കഴിഞ്ഞ മണിക്കൂറുകളിൽ ആക്രമണം നടത്തിയതിൽ ഏറ്റവും അധികവും ഇറാന്റെ മിസൈൽ നിർമ്മാണശാലകൾ കേന്ദ്രീകരിച്ചായിരുന്നു. കൂടാതെ സർഫസ് ടു സർഫസ് മിസൈൽ സംവിധാനങ്ങളുടെ നിർമ്മാണ കേന്ദ്രങ്ങൾ, അണുബോംബ് വികസനത്തിന് വേണ്ടിയുള്ള യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള സെൻട്രിഫ്യൂജുകൾ നിർമ്മിക്കുന്ന ഫാക്ടറി ഇവ ഇസ്രായേൽ തകർത്തു. സൈനിക നടപടിക്ക് മുമ്പ് ജില്ലയായ 18-ൽ നിന്നും ഒഴിഞ്ഞുപോകുവാൻ ജനങ്ങൾക്ക് IDF നിർദ്ദേശം നൽകിയിരുന്നു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരണങ്ങളും നിർമ്മാണ ഫാക്ടറികളും ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ കൂടുതലും ആക്രമണം നടത്തിപ്പോരുന്നത്. ഇസ്രായേൽ ഇന്റലിജൻസ് ഡയറക്ടറേറ്റിന്റെ രഹസ്യവിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആക്രമണങ്ങൾ IDF നടത്തുന്നത്. അതോടൊപ്പം പടിഞ്ഞാറൻ ഇറാനിലെ തബ്രീസ് മിസൈൽ കേന്ദ്രവും ഇസ്രായേൽ വ്യോമസേന തകർത്തു. അവിടെ സ്ഥിതി ചെയ്യുന്ന ഭൂഗർഭ ബങ്കറുകളുടെ പ്രവേശന കവാടങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. അതേസമയം ഇസ്രായേലിൽ ഇറാൻ ഇന്ന് ഡ്രോൺ ആക്രമണം നടത്തി. വടക്കൻ ഇസ്രായേലിൽ വെറും 20 മിനിറ്റിനിടയിൽ 7 ഇറാനിയൻ ഡ്രോണാണ് ഇസ്രായേൽ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.